നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വണ്ടൻമേട് കേന്ദ്രമായി രൂപീകരിച്ച കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ ഉദ്ഘാടനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. വിവിധയിടങ്ങളിൽ കർഷകർ ഏലം കൃഷി നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും ഗുണമേന്മയുള്ള ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലാണെന്ന് ശ്രീധരൻപിള്ള. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെയാണ് സംഘടന രൂപീകരിച്ചിരിക്കുന്നതെന്നത് അഭിനന്ദനാർഹമാണെന്നും ഗോവ ഗവർണർ. കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ച അന്നക്കുട്ടി മാത്യുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങിൽ ഇടുക്കി ജില്ലാ കളക്ടർ, സബ് കളക്ടർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. കന്നുകാലികളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന കടുവയെയും പുലിയെയും കൂട്ടിലാക്കണമെന്ന ആവശ്യവുമായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ. നടപടി ഉണ്ടായില്ലെങ്കിൽ മൂന്നാറിലെ വനം വകുപ്പ് ഓഫീസ് മുമ്പിൽ സമരം ആരംഭിക്കുമെന്നും തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കളക്ടറുടെ അനുമതി ലഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ ബജറ്റിൽ അനുവദിച്ചിരുന്നത് 5 കോടി രൂപ. വിശദമായ വാർത്തകൾ. വിവിധയിടങ്ങളിൽ കർഷകർ ഏലം കൃഷി നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും ഗുണമേന്മയുള്ള ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലാണെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. വണ്ടൻമേട് കേന്ദ്രമായി രൂപീകരിച്ച കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെയാണ് ഈ സംഘടന രൂപീകരിച്ചിരിക്കുന്നതെന്നത് അഭിനന്ദനാർഹമാണെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഏലം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെയാണ് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടന രൂപീകരിച്ചിരിക്കുന്നതെന്നത് അഭിനന്ദനാർഹമാണ്. കാർഷിക ബില്ലിൽ ഈ ഓൺലൈൻ വില നിശ്ചയിക്കുന്ന മാനദണ്ഡത്തെപ്പറ്റിയുള്ള ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിലും അത് പിൻവലിച്ചു. അടിസ്ഥാന വിലയുടെ കാര്യത്തിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് വരണമെന്ന അഭിപ്രായമാണ് തനിക്കുള്ളത്. മരങ്ങൾക്ക് ചുവട്ടിൽ നടത്തുന്ന ഏലം കൃഷി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായതിനാൽ സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ ഇക്കാര്യം ധരിപ്പിച്ചാൽ ഗുണകരമായേക്കുമെന്നും ഫെഡറേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. നമ്മുടെ ഇന്ത്യ രാജ്യത്തിനായിരുന്നു ലോകത്ത് ഏല ഉത്പാദനത്തിൽ ലോകത്തൊന്നാമതെന്ന രാജ്യമാണ് നമ്മൾ. നേരത്തെ ഇവിടെ ഗോട്ടിമലയെ പറ്റി പറഞ്ഞു. ഗോട്ടിമല ഇപ്പോൾ 1ാം സ്ഥാനത്താണെന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. 2ാം സ്ഥാനവും മറ്റൊരു രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യം ഇപ്പം 3ാം സ്ഥാനത്താണുള്ളത്. അതുകൊണ്ട് ഈ മേഖലയുടെ അതിൻ്റെ ഉറവിടമായ ഈ പ്രദേശത്ത് നമുക്ക് അഭിമാന പുരസ്സരം പറയാൻ സാധിക്കും. 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ എന്നല്ല, ലോകത്ത് ഏറ്റവും ഗുണമേന്മയുള്ള ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഇടുക്കിയിലാണ് എന്നുള്ള വസ്തുത ആധികാരികമായി തന്നെ എനിക്കവിടെ പറയാൻ സാധിക്കും. രാജവിളംബരത്തിൻ്റെ പതിച്ചു കിട്ടലിൻ്റെ തിരുവിതാംകൂറിലെ ഭരണകൂടം തന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എത്രയോ ദൂരക്കാഴ്ചയോടെയാണ് ഈ മേഖലയ്ക്ക് തുടക്കം കുറിച്ചത്. അതനുസരിച്ച് കർഷകരെ അവരുടെ സംരക്ഷണം നടത്താനുള്ള ശ്രമം ഉണ്ടായത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഫെഡറേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി ഋഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ലോഗോയുടെ പ്രകാശനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും മെമ്പർഷിപ്പ് ID കാർഡ് വിതരണം ഉടുമ്പൻചോല MLA MM മണിയും നിർവഹിച്ചു. ഫെഡറേഷൻ ചെയർമാൻ സ്റ്റിനി പോത്തൻ അധ്യക്ഷനായിരുന്നു. പീരുമേട് MLA വാഴൂർ സോമൻ, ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ, മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, സംഘടനാ ജനറൽ സെക്രട്ടറി PR സന്തോഷ്, ട്രഷറർ S ജീവാനന്ദൻ, വൈസ് ചെയർമാൻ VJ ജോസഫ്, കോർ കമ്മിറ്റി അംഗം R മണിക്കുട്ടൻ, ബിജു സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ച അന്നക്കുട്ടി മാത്യുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങിൽ ഇടുക്കി ജില്ലാ കളക്ടർ, സബ് കളക്ടർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ജില്ലാ ഭരണകൂടവും പോലീസും നാട്ടുകാരും ചേർന്നാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. അട്ടപ്പള്ളം ലക്ഷംവീട് കോളനിയിൽ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന മൈലക്കൽ അന്നക്കുട്ടി മാത്യുവാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടാണ് അമ്മയെ ആശുപത്രിയിലാക്കിയത്. കേരള ബാങ്ക് കുമളി ശാഖയിലെ ജീവനക്കാരനായ മകൻ സജിമോനെയും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ മകൾ സിജിയെയും പോലീസ് രേഖാമൂലം വിവരം അറിയിച്ചെങ്കിലും ഏറ്റെടുക്കാൻ ഇരുവരും തയ്യാറായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് മൃതദേഹം കുമളിയിലെത്തിച്ചു. പഞ്ചായത്ത് പൊതുവേദിയിൽ പൊതുദർശനത്തിന് ശേഷം അട്ടപ്പള്ളം സെന്റ് തോമസ് ഫെറോന പള്ളിയിലെത്തിച്ച അന്ത്യകർമ്മങ്ങൾ നടത്തി. പള്ളിയിലെ ചടങ്ങുകൾക്ക് മകൻ സജിമോൻ കാഴ്ചക്കാരനായി എത്തിയെങ്കിലും മകൾ സിജി ഇവിടെയും എത്തിയില്ല.
ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി കളക്ടർ ഷീബ ജോർജും സബ് കളക്ടർ അരുൺ എസ് നായരും റിത്ത് സമർപ്പിച്ചു. മക്കൾക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ഇതിലേക്ക് എത്തിയത് നിങ്ങൾക്കെല്ലാം അറിയാം. മക്കൾ നോക്കുന്നില്ല, മക്കളെ അറിയിച്ചിട്ടും മക്കൾ നോക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മരിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസും പഞ്ചായത്തും പൊതുപ്രവർത്തകരുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് തന്നെ മരണശേഷവും ചെയ്തു. മക്കൾ നിർവഹിക്കേണ്ട കടമ നിർവഹിച്ചില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്തു. നോക്കുന്നുണ്ട്, നിയമപരമായ നടപടി സ്വീകരിക്കും. മക്കളെ വിവരമറിയിച്ചിട്ടും അമ്മയെ ഏറ്റെടുക്കാൻ ഇരുവരും തയ്യാറായില്ലെന്നും ജില്ലാ ഭരണകൂടവുമായി കൂടിയാലോചിച്ച നടപടികൾ സ്വീകരിക്കുമെന്നും കുമളി സബ് ഇൻസ്പെക്ടർ ലിജോ പി മാണി പറഞ്ഞു. വളരെ കാലങ്ങളായിട്ട് ഈ മക്കൾ ഒരു മകനും മകളും ഉണ്ട്. രണ്ടുപേരും നോക്കുന്നില്ലാത്തൊരു സാഹചര്യമായിരുന്നു. പലതവണയായിട്ടും നമ്മൾ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവരെ സംസാരിക്കുകയും ചില സമയങ്ങളിൽ ഇവർക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റാത്ത, കാരണം നമ്മുടെ നമ്പർ കണ്ടാൽ ഇവർ ഈ മകൻ ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. എന്നുവെച്ചാൽ പലതവണ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത്തവണ ഈ അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം വീണ് കഴിഞ്ഞിട്ട് നമ്മുടെ നസീമ പോലീസുകാരി കൂടെ നിന്ന് ഇവിടെ നിന്ന് ആദ്യം 66 ആഗസ്റ്റ് NS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നും പീരിമേഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, താലൂക്ക് ഹോസ്പിറ്റൽ. അവിടെ നിന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ വന്ന് ഇവിടെ വരുന്നതുവരെ ഈ പോലീസുകാരി വീട്ടിൽ പോയിട്ടില്ല. ജസ്റ്റ് വീട്ടിൽ പോകാൻ ഒന്നും പോയിട്ടില്ല. അതായത് അവസ്ഥ. കാരണം നമ്മൾ ഇതിൻ്റെ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേഷന് വേണ്ടി 4 മാസത്തോളമേ ഉള്ളൂ. ഞാൻ വരുന്ന എത്ര മുമ്പ് തന്നെ ഈ പ്രശ്നമുണ്ട്. ഈ അമ്മ തീരെ രോഗാതുരാവസ്ഥയാകുമ്പോൾ നമ്മൾ തന്നെ ഇടപെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മുടെ പൊതുപ്രവർത്തകർ വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു തരത്തിലും ഇവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഇവർ പറയുന്നത് വെച്ചാൽ ഉണ്ടാകുന്നെല്ലാം വിറ്റ് മക്കളെ എടുത്തു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇവരെ അറിയിച്ചിട്ടും ഇവർ വരാൻ തയ്യാറായിട്ടില്ല അല്ലേ? നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞ ഡയലോഗ് കൂടെ പറയാൻ പറ്റില്ല. അതാണ് കാര്യം. അവൻ വന്നിട്ട് പറയാൻ പറ്റില്ല. അതാണ്. അന്നക്കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയ മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും തീരുമാനം. കന്നുകാലികളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന കടുവയെയും പുലിയെയും കൂട്ടിലാക്കണമെന്ന ആവശ്യവുമായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ. നടപടി ഉണ്ടായില്ലെങ്കിൽ മൂന്നാറിലെ വനംവകുപ്പ് ഓഫീസിന് മുമ്പിൽ സമരം ആരംഭിക്കുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. ഒരാഴ്ച മുൻപ് മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റിൽ തേയിലത്തോട്ടത്തിൽ കടുവ നടക്കുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി വനംവകുപ്പിന് നൽകിയിരുന്നു. പകൽ നേരങ്ങളിൽ പോലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ തൊഴിലാളികൾ ഭീതിയിലായി. ജോലിക്ക് പോകാനും ഇവർക്ക് കഴിയുന്നില്ല. 2 വർഷത്തിനിടെ തൊഴിലാളികളുടെ 250ഓളം പശുക്കളാണ് വന്യജീവി ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടിട്ടുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. என்னன்னு கேட்டிங்கன்னா எந்த நேரத்துலையும் பகல் நேரத்துலையும் புலி ஃபுல்லாக நடமாட்டமாகுது. வனவிலங்குகள் பகலில் ரோடு முழுவதும் சுற்றி திரியுது. எந்த நேரத்தில் என்ன வேணாலும் சம்பவிக்கலாம். பொதுமக்களுக்கு கூட பாதுகாப்பு எதுவுமே கிடையாது. தயவுசெய்து வனத்தில் அதை கூண்டு வச்சு பிடிச்சி அதனுடைய வளர்ந்த வனப்பகுதிக்குள் கொண்டு விடணும்னு மிக தாழ்மையாக கேட்டுக்கிறேன். அப்படி இல்லைன்னு சொன்னால் கல்லாரை சைட் பொதுமக்களை வச்சு ஒரு மிகப்பெரிய போராட்டம் நடத்துவோம்னு சொல்லி இதன் மூலமாக தெரியப்படுத்திக்கிறேன். அதே மாதிரி 10-200 மாடுகளை புலி அடித்து சாப்பிட்ருக்கு. அதுக்கெல்லாம் வனத்துறை தகுந்த இது கொடுக்கவே கிடையாது. நஷ்டஈடு கொடுக்கவும் இல்லை. வன விலங்குக்கு கொடுக்குற மரியாதை மக்களுக்கு கிடையாது. வனவிலங்குகளை மனுஷன் யார் எதுவும் செஞ்சிட்டாங்கன்னா அவங்க மேலே உடனே தண்டனை பண்ணுறாங்க. ஆனால் வனவிலங்குகள் மனுஷர் என்ன செஞ்சாலும் மனித உயிருக்கு ஒரு விலை இல்லாமல் இருக்குது. കാട്ടാനകൾക്കും കാട്ടുപോത്തിനും പുറമെ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യവും തോട്ടം മേഖലയിൽ കണ്ടെത്തിയതോടെ പകൽ നേരങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ തൊഴിലാളികൾ ഭയപ്പെടുകയാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. അല്ലാത്തപക്ഷം മൂന്നാറിലെ വനംവകുപ്പ് ഓഫീസിന് മുമ്പിൽ സമരം ആരംഭിക്കുമെന്നും തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കളക്ടറുടെ അനുമതി ലഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് പട്ടയമോ കൈവശരേഖയോ ഇല്ലാത്തതിനാൽ നിർമ്മാണം മുടങ്ങുകയും ഫണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയുമായിരുന്നു. ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ 5 കോടി രൂപയാണ് ബഡ്ജറ്റിൽ അനുവദിച്ചിരുന്നത്. അയ്യപ്പൻകോവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2022-23 സാമ്പത്തിക വർഷ ബജറ്റിലാണ് 5 കോടി രൂപ വകയിരുത്തിയത്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ 20% തുക അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഭൂമിയുടെ രേഖയില്ലാത്ത അവസ്ഥ പ്രതിസന്ധി ഉയർത്തി. 50 വർഷം പഴക്കമുള്ള അയ്യപ്പൻകോവിൽ വില്ലേജിൽ ബ്ലോക്ക് 65-ൽ 338/4 സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമിയിലാണ് ആശുപത്രി അരനൂറ്റാണ്ടായി പ്രവർത്തിച്ചിരുന്നത്.
കൈവശ വസ്തുവിന് നിലവിൽ പട്ടയമോ കൈവശ രേഖയോ ലഭ്യമല്ലാത്തതിനാൽ പുതിയ കെട്ടിട നിർമ്മാണം പ്രതിസന്ധിയിലായി. അടിയന്തരമായി കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിന് തടസ്സം നീക്കാൻ നിരവധി നിവേദനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ വകുപ്പിനും സർക്കാരിനും സമർപ്പിച്ചു. അനുകൂല ഉത്തരവിന് കാലതാമസം നേരിടുമെന്നതിനാൽ ഈ സ്ഥാപനത്തിന്റെ കൈവശ വസ്തുവിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകണമെന്ന പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കുകയും കളക്ടർക്ക് അപേക്ഷ നൽകുകയും ചെയ്തു. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സർക്കാരിൽ നിന്ന് അനുവദിച്ചു കിട്ടുന്നതിന് കാലതാമസം നേരിടും. അതിനാൽ ബഡ്ജറ്റ് തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായിട്ടാണ് ജില്ലാ കളക്ടർ ഉപാധികളുടെ മുൻകൂർ നിർമ്മാണ അനുമതി നൽകിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചുവെങ്കിലും നമുക്കതിൻ്റെ സ്ഥലം സ്വന്തമായില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം തീരുമാനിച്ചുകൊണ്ട് കളക്ടർക്ക് കത്ത് കൊടുക്കുകയും അതിന് പ്രകാരം കളക്ടർ താലൂക്കിൽ അറിയിച്ച് സർവേയർ വന്ന് സർവേ നടത്തിയതിൻ്റെ 4 അതിരുകളൊക്കെ അളന്ന് തിരിച്ച് അതിൻ്റെ ഒരു തീരുമാനമാക്കി ഇപ്പോൾ കളക്ടർ നമുക്ക് അവിടെ ആലടി PHSCയിൽ FHSC കെട്ടിടം പണിയുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണാനുമതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിർമ്മാണാനുമതി കിട്ടിയ അന്നേരം തന്നെ നമ്മുടെ PWDയെ പോയി കാണുകയും ഈ അനുമതി നൽകുകയും ചെയ്തു. 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള കെട്ടിട പണിക്കെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് വേണം ഡിസൈൻ ചെയ്ത് വരാൻ. അതിൻ്റെ ഒരു കാലതാമസമേ ഉണ്ടാവുകയുള്ളൂ. അത് കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് പുതിയ ആശുപത്രി കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കാവുന്നതാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് അയ്യപ്പൻകോവിൽ PHSCയെ FHSCയായി ഉയർത്തിയത്. എന്നാൽ ഫണ്ടില്ലെന്ന കാരണത്താൽ ആശുപത്രിയെ FHSCയായി ഉയർത്തിയത് പേപ്പറിൽ ഒതുങ്ങി. കഴിഞ്ഞ ബജറ്റിൽ ആശുപത്രി പൊളിച്ചു പണിയാൻ 5 കോടി രൂപ അനുവദിച്ചു. സമയബന്ധിതമായി നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതിരുന്നത് ഫണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിച്ചു. ഇതോടെ ആശുപത്രിയുടെ നിർമ്മാണം നടക്കുമോ എന്ന ആശങ്കയും ഉയർന്നു. എന്നാൽ കളക്ടർ നിർമ്മാണ ഉത്തരവിൽ ഒപ്പുവെച്ചതോടെ ഉടൻ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. പട്ടയ നടപടിക്ക് മേലുണ്ടായ വിധിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ കുടിയേറ്റ കർഷകരെ സർക്കാർ ബലിയാടാക്കുന്നുവെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ പറഞ്ഞു. നാമമാത്രമായ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ കുടിയേറ്റ കർഷകരെയാകെ ഒറ്റുകൊടുക്കുന്ന സർക്കാർ സമീപനത്തിനെതിരായും കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെയും ജില്ലയിലെ ജനജീവിതം ദുസ്സഹമാക്കുന്ന കരിനിയമങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. 1964 നിയമപ്രകാരമുള്ള പട്ടയ നടപടികൾ നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. സർക്കാർ ഭൂമി കയ്യേറി 1964 നിയമപ്രകാരം ഉണ്ടാക്കിയ വ്യാജ പട്ടയങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ടെന്നും തുടർ പരിശോധന നടത്തി ഇത്തരം കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ പട്ടയ നടപടികൾ നിർത്തിവെക്കാൻ കോടതി പറയില്ലായിരുന്നുവെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC എക്സിക്യൂട്ടീവ് അംഗം ഇബ്രാഹിം കുട്ടിക്കല്ലാർ പറഞ്ഞു. കർഷകരെ ബാധിക്കുന്ന 12 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ തീരുമാനമുണ്ടായി. അടുത്തു തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഈ പരിപാടിയുമായി മുമ്പോട്ട് വന്നതിൽ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഫ്രാൻസിസ് അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം നമ്മുടെ ജില്ലയെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് നയിക്കുന്ന ഒരു സുവോമോട്ടോ വിധിയാണ് ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗവൺമെന്റ് സംവിധാനവും അതിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽമാരും ഹൈക്കോടതിയിൽ ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അതിനെതിരായി ശക്തമായി പ്രതികരിക്കാത്തതും കർഷകരുടെ താല്പര്യങ്ങൾ പറയാത്തതും നമ്മളെ വലിയ വലിയ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം AP ഉസ്മാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോബിൻ മാത്യു, ജോമോൻ PJ, ഷിൻസ് ഏലിയാസ്, മോബിൻ മാത്യു, സോയിമോൻ സണ്ണി, DCC സെക്രട്ടറി ബിജോ മാണി, MT അർജുനൻ, KV സെൽവം, അൻഷൽ കുളമാവ്, ടോണി തേക്കിലക്കാട്ട്, മഹേഷ് മോഹനൻ എന്നിവർ സംസാരിച്ചു. ശരണമന്ത്രങ്ങൾ ഒഴിഞ്ഞ് പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം. ഗുരുതി പൂജയ്ക്ക് ശേഷം ശബരിമല നട അടച്ചതോടെയാണ് സത്രം കാനനപാതയിലൂടെയുള്ള ഇത്തവണത്തെ ശബരിമല ദർശനം സമാപിച്ചത്. മകരവിളക്കിന് ശേഷം 5 ദിവസം കൂടി ശബരിമല സന്നിധാനത്ത് അയ്യപ്പഭക്തർക്ക് ദർശനം ഒരുക്കിയ ശേഷമാണ് നട അടച്ചത്. ഇതോടെ പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രത്തിലൂടെയുള്ള ശരണമന്ത്രങ്ങൾ ശമിച്ചു.
മുൻകാലങ്ങളിലേതിനേക്കാൾ ഇത്തവണ സത്രം കാനനപാതയിലൂടെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മണ്ഡലകാലത്ത് 1,40,000 അയ്യപ്പ ഭക്തർ സത്രം കാനനപാതയിലൂടെ ശബരിമലയിൽ എത്തിയെന്നാണ് കണക്കുകൾ. ശരാശരി 5,000 അയ്യപ്പ ഭക്തർ വീതമായിരുന്നു ദിനംപ്രതി കടന്നുപോയിരുന്നത്. സത്രം കാനനപാതയിലൂടെ 6 കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ നിന്നും പുല്ലുമേട് വഴി 6 കിലോമീറ്റർ അടക്കം 12 കിലോമീറ്റർ ദൂരമാണ് ശബരിമല സന്നിധാനത്തേക്കുള്ള ദൂരം. അടിസ്ഥാന സൗകര്യക്കുറവുകളിലൂടെയാണ് ഇത്തവണത്തെ മണ്ഡലകാലവും കടന്നുപോയത്. പരമ്പരാഗത കാനനപാതയിലൂടെ ഈ മണ്ഡലകാലത്തെ അവസാനത്തെ അയ്യപ്പ ഭക്തരും സന്നിധാനത്ത് എത്തിച്ചേർന്നതോടെ ഒരു മണ്ഡലകാലം അവസാനിക്കുന്നതിന്റെ അവസാനഘട്ട പൂജയായ ഗുരുതി പൂജയും സന്നിധാനം മാളികപ്പുറത്ത് നടന്നു. രാത്രി 9:30 സന്നിധാനം നട അടച്ചതിനു ശേഷം 9:45 മാളികപ്പുറത്ത് ഗുരുതി പൂജ നടന്നത്. അവസാനഘട്ടമായി എത്തിയ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ഗുരുതി പൂജയിൽ പങ്കെടുത്തു. ഇതോടെ ഈ മണ്ഡലകാലത്തെ അവസാനത്തെ അയ്യപ്പ ഭക്തരും ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി. ജനങ്ങളുടെ അന്നം മുട്ടിച്ച് അരിയുടെ വില കുതിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ 10 രൂപയുടെ വർധനവാണ് കേരളത്തിൽ അരിക്കുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് അരിയുടെ വില കുത്തനെ ഉയർന്നത്. 2023 സെപ്റ്റംബറിൽ മട്ടയരിക്ക് ഓപ്പൺ മാർക്കറ്റിൽ 49 രൂപയായിരുന്നു വില. ഇതാകട്ടെ നിലവിൽ 57 എത്തി. ചമ്പയരിക്ക് 47 ആയിരുന്നത് 57 രൂപയിലെത്തി. ആന്ധ്ര വെള്ളയരി ഓപ്പൺ മാർക്കറ്റിൽ 43 രൂപ 60 പൈസയായിരുന്നത് നിലവിൽ 50 രൂപയായി ഉയർന്നു. കേരളത്തിൽ നെൽകൃഷിയുടെ കുറവും അരിക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതും വില നിയന്ത്രണം പാളുവാൻ കാരണമായി പറയുന്നു. കുട്ടനാടൻ പാടശേഖരത്തിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില യഥാസമയം കർഷകർക്ക് നൽകുവാൻ കഴിയാത്തത് തുടർകൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് അരിയുടെ ലഭ്യതക്കുറവിനും വില വർധനവിനും കാരണമായിട്ടുണ്ട്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ചട്ടവിരുദ്ധമായി പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മുറികളിൽ താമസിക്കുന്നുവെന്നാരോപിച്ച് BJP നേതൃത്വം പരാതി നൽകി. നിയമവിരുദ്ധമായി ഓഫീസ് മുറികളിൽ താമസിക്കുന്നു, മദ്യസൽക്കാരം നടത്തുന്നു, സമീപത്തെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ BJP പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ നേരം വൈകിയും ഓഫീസിൽ തുടർന്നത് വലിയ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. ഇതിനെതിരെ BJP പരാതിയുമായി രംഗത്തെത്തുകയും തുടർന്ന് NGO യൂണിയൻ BJPക്കെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്കെതിരെ BJP വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വക കെട്ടിടത്തിന്റെ മുറികളിൽ ഉദ്യോഗസ്ഥർ അനധികൃതമായി താമസം നടത്തുന്നു, രാത്രികാലങ്ങളിൽ മറ്റ് സർക്കാർ ഓഫീസുകളിലെ സുഹൃത്തുക്കളുമൊത്ത് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുറികളിൽ മദ്യപാനം നടത്തുന്നു, ബഹളം വെക്കുന്നതുൾപ്പെടെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നതെന്ന് BJP ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് പറഞ്ഞു. ഉപ്പുതറ പഞ്ചായത്തിൽ പ്രധാനമായും പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ തന്നെ പഞ്ചായത്ത് വക കെട്ടിടത്തിൽ അനധികൃതമായിട്ട് താമസിക്കുകയും മദ്യപാനം മൂലം പൊതുജനങ്ങൾക്ക് ഭീഷണിയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇവർ ഉദ്യോഗസ്ഥരാണ്, മറ്റ് ജില്ലകളിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ അവർക്ക് നിയമപരമായിട്ട് കിട്ടേണ്ടിയ മുഴുവൻ അലവൻസ് കൈപ്പറ്റിക്കൊണ്ടാണ്, ഈ ഹൗസ് അലവൻസ്, ഹിൽ അലവൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ അലവൻസ് കൈപ്പറ്റിക്കൊണ്ടാണ് നിയമവിരുദ്ധമായിട്ട് പഞ്ചായത്ത് വക കെട്ടിടം പിടിച്ചടക്കിക്കൊണ്ട് കൈവശപ്പെടുത്തിക്കൊണ്ട് അവിടെ താമസിച്ചു വരുന്നത്. അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നടപടി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. അപ്പോൾ ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉപ്പുതറയിലെ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന പല ജനങ്ങളും ഞങ്ങളുടെ പരാതി പറയുകയും രാത്രികാലങ്ങളിൽ അവിടെ ഭയങ്കര ഒച്ചയും ബഹളവുമാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പല സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടുണ്ട്, വ്യാപാരികൾ ആവശ്യപ്പെട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കഴിഞ്ഞ ദിവസം പോലീസ് നേരിട്ട് വന്ന് തന്നെ ബോധ്യപ്പെട്ടുള്ളതുമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. തെറ്റായ സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഏത് പ്രവർത്തികളാണെങ്കിലും ശക്തമായി നേരിടും. സർക്കാർ ഉദ്യോഗസ്ഥർ ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ ഹിൽ അലവൻസ്, ഹൗസ് അലവൻസ് എന്നിവ കൈപ്പറ്റുന്നുണ്ട്. എന്നിട്ടും ചട്ടലംഘന പ്രകാരമാണ് ഉദ്യോഗസ്ഥർ ഓഫീസിനുള്ളിലെ മുറികളിൽ താമസിക്കുന്നത്. മുൻപ് സമാന രീതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെയും രാത്രികാലങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിൽ മദ്യപിച്ചതിന് പോലീസ് കേസെടുത്തിട്ടുള്ളതാണ്. വീണ്ടും ഇതേ സ്ഥിതി തന്നെ തുടരുന്ന അവസ്ഥയാണ് പഞ്ചായത്തിൽ ഉള്ളതെന്നും പരാതിയിൽ പറയുന്നു. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. കുമളിയിൽ നടന്നുവന്ന കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വ പഠന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടന്നുവന്ന നേതൃത്വ പരിശീലന ക്യാമ്പിനാണ് സമാപനമായത്. 1964 ഭൂപതിവ ചട്ടത്തിലെ കൃഷിക്കും വീട് വയ്ക്കുന്നതിനുമെന്ന നിബന്ധനകൾക്കൊപ്പം മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കൂടിയെന്ന് എഴുതി ചേർത്താൽ മാത്രമേ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുകയുള്ളൂ എന്ന് ക്യാമ്പ് വിലയിരുത്തി.
ഉറപ്പായിട്ട് കോൺഗ്രസിൻ്റെ കർഷക കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കർഷകരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. കർഷകർ ഈ കെട്ടിടങ്ങൾക്കെല്ലാം അമിത കാശടയ്ക്കണമെന്ന് പറയുന്നത് ക്രമവൽക്കരിക്കുന്നതിന്, അതായത് കർഷകനെ കൊഞ്ഞാൻ കുത്തി കാണിക്കുന്ന പണിയാണത്. എന്ന് പറയും മുൻകാലങ്ങളിൽ പഞ്ചായത്ത് പെർമിറ്റ് തന്ന് പഞ്ചായത്ത് ടാക്സ് മേടിക്കുന്ന കെട്ടിടങ്ങളാണ്. അതാരും കൃഷിക്കാരൻ അനധികൃതമായിട്ട് വെച്ചതല്ല. ഈ ജില്ലയിൽ ഒരാളും അനധികൃതം മേടിച്ച കെട്ടിടങ്ങളല്ല. അനധികൃതമായിട്ട് വെച്ചത് CPM-കാർ പാർട്ടി ഓഫീസ് അനധികൃതമായിട്ട് വെച്ചത്. അത് CPM-കാർ അത് ഒരു നിർമ്മാണ അനുമതി ഇല്ലാതെ നിർമ്മിച്ചതാണ്. അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രമവൽക്കരിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൊതുസ്ഥാപനങ്ങൾ, പാർട്ടി ഓഫീസുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇതിനെ മൂന്നും കൂടെ ചേർത്തുകൊണ്ട് പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ ചർച്ച ചെയ്തത്. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ ഉയർന്നു വന്ന ആശയങ്ങൾ കൂടി KPCCക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്ന് ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി അംഗം കൂടിയായ S. അശോകൻ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ ചരിത്രത്തിൽ ഏറ്റവും അപമാനകരമായ തോൽവി ഏറ്റുവാങ്ങിയ പാർട്ടി 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 57,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി പിടിച്ചിട്ടുള്ളത്. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ നമ്മെ പരാജയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ എല്ലാ വിഷയങ്ങളും കർഷകരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഭൂവിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർഷകരെ. നമ്മെ ശ്രദ്ധിക്കുകയും നമ്മെ വിശ്വസിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്ത ഇടുക്കി ജില്ലയിലെ കർഷക സമൂഹം നമ്മളെ ഉപേക്ഷിച്ചപ്പോഴാണ് അപമാനകരായ പരാജയം നമുക്ക് നേരിട്ട് വന്നത് എന്ന് നമ്മുടെ അനുഭവമാണ്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നഷ്ടപ്പെട്ടു പോയതിലുള്ള കാർഷിക മേഖലയിൽ കർഷകരെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയാതെ ഇടുക്കി ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. നേതാക്കളായ തോമസ് രാജൻ, സിറിയക് തോമസ്, അബ്ദുൾ റഷീദ്, R. ഗണേശൻ, PR അയ്യപ്പൻ, രാജ മാട്ടൂക്കാരൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു. 33 കേരള NCC ബറ്റാലിയൻ പാസിംഗ് ഔട്ട് പരേഡ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. 33 കേരള ബറ്റാലിയൻ NCC കമാൻഡിംഗ് ഓഫീസർ കേണൽ സംഗ്രാം സിംഗ് ചീമ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. ഇടുക്കി വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലെ തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 33 കേരള NCC ബറ്റാലിയൻ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചത്. NCC കമാൻഡിംഗ് ഓഫീസർ കേണൽ സംഗ്രാം സിംഗ് ചീമ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. करने की आपका अनुमति चल रहा हूं। 8, 9, 11, 12 ക്ലാസുകളിൽ നിന്നായി 150ഓളം കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ഇന്ത്യൻ ആർമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡ് പോലെയാണ് പരേഡ് സംഘടിപ്പിച്ചത്. ആർമി ട്രെയിനിംഗ് പ്രോഗ്രാമുകളായ ഫ്ലാറ്റ് ഫുട്ട് മാർച്ച്, ധീരേച്ചൽ തുടങ്ങിയവയും പരേഡിന്റെ ഭാഗമായി നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസ് മാറാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന യോഗത്തിൽ ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലഫ്റ്റനന്റ് കേണൽ തോമസ് കുട്ടി NC, സുബൈദാർ മേജർ ഹർദീപ് സിംഗ്, സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, അസോസിയേറ്റ് NCC ഓഫീസർ മധു K. ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തൈച്ചേരിയിൽ, PTA പ്രസിഡന്റ് ജോയി കാട്ടുപാലം എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ NCC ആക്ടിവിറ്റി റിപ്പോർട്ട് ലഫ്റ്റനന്റ് സുനിൽ K. അഗസ്റ്റിൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ സംഗ്രാം സിംഗ് ചീമയ്ക്ക് കൈമാറി. മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കും ടീമുകൾക്കും ട്രോഫികളും നൽകി. യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മുൻ കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അരവിന്ദ് PV യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്, രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. നമ്മൾ എത്ര വലിയ ആദർശം പ്രസംഗിച്ചാലും, നമ്മൾ എത്ര വലിയ ആശയങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാലും, ഇലക്ഷൻ വിജയിക്കുന്നില്ലെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ നമുക്ക് അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ജനങ്ങളുടെ അംഗീകാരം വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം വ്യർത്ഥമാണ്.
അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം ഈ വരുന്ന 3 വർഷക്കാലം കൃത്യമായും നമ്മളുടെ പരിപാടികളെ ജനങ്ങളിൽ എത്തിക്കുക, ജനങ്ങൾക്ക് ഇടയിലുള്ള പ്രതിഷേധത്തെ കൃത്യമായി ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക, ഈ പ്രതിഷേധങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം നയിക്കുക. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പാർലമെന്റിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അസംബ്ലിയിലും അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ ചാലകശക്തിയായി ഊർജമായി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസുകാർക്കാണ്. തുടർന്ന് പുതുതായി ചാർജ് എടുക്കുന്ന യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ജിതിൻ ചോയ്ക്ക് സ്ഥാനം കൈമാറി. ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, നഗരസഭാ കൗൺസിലർമാരായ ജോയി ആനത്തോട്ടം, സിബി പാറപ്പായി, ബീന ടോമി, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി, KSU സംസ്ഥാന സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുങ്കണ്ടം കല്ലാർ പട്ടം കോളനിയുടെ 69ാമത് വാർഷികം തൂക്കുപാലത്ത് സാഹോദരി ദീപം തെളിയിച്ച് സംഘടിപ്പിച്ചു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CS യശോധരൻ ഉദ്ഘാടനം ചെയ്തു. കാപ്കോ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് G ഗോപകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി N ഉത്തമൻ നേതൃത്വം നൽകി. ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമായി ഇത് വളർന്നു വരുന്നതിന് പത്തനാടുകളുടെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമുക്ക് പതിച്ചു തന്ന ഭൂമിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ സ്മരിക്കുവാനും 69 വർഷം പിന്നിടുമ്പോൾ പത്തനാടുകളുടെ ആ മഹാനായ വ്യക്തിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാവിധ നമ്മുടെ ഈ പ്രദേശത്തെ വരും തലമുറയ്ക്ക് ഓരോ വർഷം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ സ്മരണ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ഷൂട്ടിംഗിൽ അണ്ടർ 17 വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുകയും നാഷണൽ ലെവലിൽ 16ാം സ്ഥാനത്തെത്തുകയും ചെയ്ത കട്ടപ്പന തൊവരയാർ സ്വദേശിനി അഭിരാമി ജെറ്റിയെ അനുമോദിച്ചു. തൊവരയാർ SIGയുടെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് തങ്കച്ചൻ PK യോഗം ഉദ്ഘാടനം ചെയ്തു. അണ്ടർ 17 വിഭാഗത്തിലാണ് തൊവരിയാർ സ്വദേശിനി അഭിരാമി ജെറ്റി ഷൂട്ടിംഗിൽ സംസ്ഥാനതലത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. കൂടാതെ നാഷണൽ ലെവലിൽ 16ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. നാടിന് അഭിമാനമായി മാറിയ പ്രതിഭയെയാണ് തൊവരിയാർ SHGയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. സംഘത്തിലെ അംഗം കൂടിയായ ജെറ്റി CD ചാണനാട്ടിന്റെ മകളാണ് അഭിരാമി. അനുമോദന യോഗം സംഘം പ്രസിഡന്റ് തങ്കച്ചൻ PK ഉദ്ഘാടനം ചെയ്തു. ജെറ്റിയുടെയും മായയുടെയും മകൾ അഭിരാമി നമ്മുടെ കേരളത്തിൽ ഷൂട്ടിങ്ങിന് വേണ്ടി പങ്കെടുക്കുകയും സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് വേണ്ടി 16ാം സ്ഥാനത്താണ് ഇന്ന് നമ്മുടെ അഭിരാമി നിൽക്കുന്നത്. ഈ അഭിരാമി ഇനി വരും വർഷങ്ങളിലും ഇതിലും ഭയങ്കരമായ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു മാതൃകാ കൊച്ചായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഉദ്ഘാടനം നടത്താൻ നമ്മളെല്ലാവരും എത്തിയിരിക്കുന്ന ഈ വേദിയിൽ വെച്ച് നമ്മൾ അഭിമാനിയെ സ്വീകരിക്കാൻ പോവുകയാണ്. തുടർന്ന് മൊമെന്റോ നൽകിയ അഭിരാമിയെ അനുമോദിച്ചു. സംഘം സെക്രട്ടറി ജിൻസ് മൈക്കിൾ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. അംഗങ്ങളായ ജെറ്റി CD, ജോസ് മാത്യു, വിനോയ് CR, മാത്യു P, സജി തോമസ്, വിനയചന്ദ്രൻ വാസു, പ്രമോദ് PP, അരുൺ K മോഹൻ, സന്തോഷ് KG, ജോസഫ് കുറ്റിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന നെരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ മകരപ്പൊങ്കാല നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവീക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഹരികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വിഷ്ണു G എന്നിവർ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഇതോടെ ഈ വർഷത്തെ മകരപ്പൊങ്കാലയ്ക്ക് തുടക്കമായി. ഓരോ വർഷവും ഭക്തജന ബാഹുല്യം വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ഇടുന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യം കൂടിക്കൂടി വരികയാണ്. വരും വർഷങ്ങളിലും ഇത് ഭംഗിയാക്കുവാൻ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവീ ക്ഷേത്രത്തിലെ മകരപ്പൊങ്കാല എന്ന് ഹൈറേഞ്ചിൽ അറിയപ്പെടുന്നത് ഈ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവീ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൊങ്കാലയാണ്. പ്രത്യേകിച്ച് ഇവിടെ അയ്യപ്പനും മഹാവിഷ്ണുവും ദേവിയും ഒരുമിച്ച് 3 ശ്രീകോവിലായിട്ട് പ്രതിഷ്ഠയുള്ളത് ഹൈറേഞ്ചിൽ ഇവിടെ മാത്രമാണ്. ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു പൊങ്കാലയിട്ടിരുന്നെങ്കിൽ ഇന്ന് വിവിധ ദേശങ്ങളിലും തന്നെ ഇവിടെ എത്തി പൊങ്കാലയിടുന്ന ആളുകൾ എത്തുന്നുണ്ട്. 100 കണക്കിന് ഭക്തജനങ്ങൾ ദേവിക്ക് പൊങ്കാലയർപ്പിച്ചു. തുടർന്ന് മഹാപ്രസാദമൂട്ടം നടന്നു. ക്ഷേത്രം ചെയർമാൻ J ജയകുമാർ, പ്രസിഡന്റ് ഹരികുമാർ D പിള്ള കിഴക്കിയിൽ, സെക്രട്ടറി മധുക്കുട്ടൻ പേരേക്കാട്ട, ഖജാൻജി ബാലു ഗോപാലകൃഷ്ണൻ, ക്ഷേത്രം മേൽശാന്തി വിഷ്ണു G തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ജനുവരി 21 മുതൽ 26 വരെയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്.
വണ്ടിപ്പെരിയാറിലെ തോട്ടം മേഖലയിലെ വിശ്വാസികളുടെ പ്രധാന ക്രൈസ്തവ ദേവാലയമായ വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനാണ് കൊടിയേറിയത്. രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ കൊടിയേറ്റ് നടന്നു. തിരുനാളിന്റെ ആദ്യ ദിവസവും ജപമാല, ദിവ്യബലി, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. 25-ന് വൈകിട്ട് 4 മണിക്ക് വണ്ടിപ്പെരിയാർ വാലാടി കുരിശടിയിൽ നിന്നും കഴിഞ്ഞ സ്വീകരണത്തിന് ശേഷം പ്രദക്ഷിണവും തുടർന്ന് തമിഴ് ഭാഷയിലുള്ള വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കും. തിരുനാളിന്റെ സമാപന ദിവസമായ 26-ന് രാവിലെ 9 മണിക്ക് മറയൂർ ഫെറോന വികാരി ഫാദർ നെൽസൺ അമരവിളയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും ചീന്തലാർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെളിയിൽ പ്രസംഗവും നടത്തും. തുടർന്ന് ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണത്തിന് ശേഷം ആശീർവാദത്തോടെ പെരുന്നാളിന് കൊടിയിറങ്ങും. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡായ എഴുകുംവയൽ പള്ളിക്കവലയിൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. ഇവിടെ വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നടപടി. എഴുകുംവയൽ പള്ളിക്കവലിയിലേക്ക് വലിയ തോവാള നീലാണ്ടൻ കവലിയിൽ നിന്നുള്ള റോഡും ഇരട്ടയാർ നോർത്ത് എഴുകുംവയൽ റോഡും നെടുങ്കണ്ടം എഴുകുംവയൽ പള്ളിക്കവല റോഡും കീച്ചേരിപ്പടി എഴുകുംവയൽ പള്ളിപ്പടി റോഡും തമ്മിൽ ബന്ധിക്കുന്ന എഴുകുംവയൽ പള്ളിക്കവലിയിൽ അപകടങ്ങൾ തുടർക്കഥയായിരുന്നു. ഇതോടെയാണ് എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബ് ഇവിടെ കോൺവെക്സ് മിറർ സ്ഥാപിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഡയറക്ടർ യൂനസ് സിദ്ദിഖ് നിർവഹിച്ചു. തീർച്ചയായിട്ടും ഏറ്റവും ഉപകാരപ്രദമായ പബ്ലിക്കിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പ്രോജക്റ്റാണിത്. ഈ പ്രോജക്റ്റ് ഇത്തരത്തിൽ യാഥാർത്ഥ്യമാക്കിയ റോട്ടറി ക്ലബ് ഓഫ് സ്പൈസ് വാലിയുടെ എല്ലാ അംഗങ്ങളെയും അതിന്റെ പ്രസിഡന്റ് ജെയ്സ് ഉൾപ്പെടെ എല്ലാ മെമ്പർമാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജെയ്സ് മടിക്കാങ്കൽ, സെക്രട്ടറി ജോജി കൊച്ചുപറമ്പിൽ, റെജി ഏറമ്പടം, റാണ തോണക്കര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മതികെട്ടാൻ ചോലയുടെ താഴ്വാരങ്ങളിലെ അന്യം നിന്നുപോയ റാഗി കൃഷിയിലൂടെ 100 മേനി വിളവ് കൊയ്യുകയാണ് ഗോത്ര ജനത. ശാന്തൻപാറ ആടുവിളന്താൻകുടിയിലെ ഗോത്ര സമൂഹമാണ് 10 ഏക്കറിൽ റാഗി കൃഷി ചെയ്യുന്നത്. തരിശായി കിടന്ന ആടുവിളന്താൻ മുട്ടക്കുന്നുകളിലെ റാഗി കൃഷി മനോഹര കാർഷിക കാഴ്ചകൾ കൂടിയാണ് സമ്മാനിക്കുന്നത്. നനുത്ത കാറ്റിനൊപ്പം മതികെട്ടാൻ മലനിരകളെ തഴുകുന്ന മൂടൽമഞ്ഞിനോട് ചേർന്ന് തല ഉയർത്തി നിൽക്കുകയാണ് ആടുവിളന്താൻകുടിയിലെ ആദിവാസി കർഷകരുടെ റാഗി കൃഷി. കുടിയിലെ മുതുവാൻ ഗോത്ര സമുദായമാണ് 10 ഏക്കറിലധികം വരുന്ന മലനിരകളിൽ പരമ്പരാഗത കൃഷിരീതിയിലൂടെ റാഗി കൃഷി ചെയ്തു വരുന്നത്. ഗോത്ര സമൂഹത്തിന്റെ പ്രധാന ഭക്ഷണങ്ങളിലൊന്നാണ് റാഗി. റാഗി കൃഷി കുഴപ്പമില്ലായിരുന്നു, നല്ല കൃഷിയായിരുന്നു. ഒരു 10 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല കൃഷി തന്നെയാണ്. ഇത് റാഗി കൃഷി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൃഷി പിന്നെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ശാന്തന്മാര കൃഷിയെല്ലാം നമ്മുടെ KVK മുഖാന്തരമായിട്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ വഴിയായിട്ടും നല്ല നമുക്ക് സപ്പോർട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇത് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഏതെങ്കിലും ഞങ്ങൾക്ക് ഈ വന്യമൃഗങ്ങൾ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഫെൻസിങ് പോലെ സാധനങ്ങൾ തന്നാൽ നല്ലതാണ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു 5-6 ഇനം റാഗി ചെയ്തിട്ടുണ്ട്. ഉപ്പുമെലിച്ചിന്ന്, പിന്നെ ചങ്ങല, നീലവാണി, പച്ച, അങ്ങനത്തെ ഒരു ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ റാഗി കൃഷി ഇതുവരെ അറിയാത്തവരെ പോലും വന്ന് ചോദിക്കാത് ഇതാണ് റാഗി എന്ന് ചോദിക്കാനുണ്ട്. പക്ഷേ റാഗിക്ക് പൊതുവെ ഒരു 10-15 പേരുണ്ട്. റാഗി എന്ന് പറയും, പിന്നെ ഫിംഗർ മില്ലറ്റ് എന്ന് പറയും, പഞ്ഞപ്പുല്ല്, പിന്നെ അതുപോലെ കുറുമ്പുല്ല്,
റാഗൽ, അതുപോലെ ഇഷ്ടംപോലെ പേരുകൾ 10-15 പേരുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നീലവാണി, ചൂണ്ടക്കണ്ണി, ഉപ്പുമെല്ലിച്ചി, പച്ചമുട്ടി, ചങ്ങല തുടങ്ങിയ വിത്തിനങ്ങളാണ് സംരക്ഷിച്ച് കൃഷി ചെയ്തു വരുന്നത്. 20-ലധികം വിത്തിനങ്ങൾ ഉണ്ടായിരുന്നതിൽ പലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ശാന്തൻപാറ കൃഷിവകുപ്പിന്റെ സഹായത്തോടെയാണ് പഞ്ചായത്തിലെ ആദിവാസി കുടികളിൽ നിന്നും പടിയിറങ്ങിയ റാഗി കൃഷികൾ വീണ്ടും സജീവമായത്. നമ്മൾ ഇവർക്ക് റാഗി കൃഷി ചെയ്യുന്നതിനുള്ള സബ്സിഡി ഒരു ഹെക്ടറിന് 20,000 രൂപ എന്ന നിരക്കിൽ ഇവർക്ക് സബ്സിഡിയാണ് അനുവദിച്ചിട്ടുള്ളത്. അടുത്ത വർഷം അവർക്ക് വിത്ത് വേണമെങ്കിൽ വിത്ത് ഇറക്കി കൊടുക്കുന്ന രീതിയിലേക്ക് കൃഷി വ്യാപിക്കാനാണ് കൃഷി വകുപ്പ് ആലോചിക്കുന്നത്. ഭേദമില്ലാത്ത ഇവിടുത്തെ കുറച്ച് കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നാലും അവർക്ക് വലിയ മോശമില്ലാത്ത വിളവ് തന്നെ ലഭിച്ചിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലം ഒരുക്കുകയും മെയ്, ജൂൺ മാസത്തിൽ വിത്തിറക്കുകയും ചെയ്യും. 6 മാസം കൊണ്ട് പാകമാകുന്ന റാഗിയുടെ വിളവെടുപ്പ് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലായി പൂർത്തീകരിക്കും. കുടിയിലെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് നിലവിൽ കൃഷി ചെയ്തു വരുന്നത്. ഈ വർഷം മുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുവാനാണ് കർഷകരുടെ തീരുമാനം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടൻമേട് കേന്ദ്രമായി രൂപീകരിച്ച കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ ഉദ്ഘാടനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. വിവിധയിടങ്ങളിൽ കർഷകർ ഏലം കൃഷി നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും ഗുണമേന്മയുള്ള ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലാണെന്ന് ശ്രീധരൻപിള്ള. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെയാണ് സംഘടന രൂപീകരിച്ചിരിക്കുന്നതെന്നത് അഭിനന്ദനാർഹമാണെന്നും ഗോവ ഗവർണർ. കുമളിയിൽ മക്കളുപേക്ഷിച്ച അന്നക്കുട്ടി മാത്യുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങിൽ ഇടുക്കി ജില്ലാ കളക്ടർ, സബ് കളക്ടർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. കന്നുകാലികളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന കടുവയെയും പുലിയെയും കൂട്ടിലാക്കണമെന്ന ആവശ്യവുമായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ. നടപടി ഉണ്ടായില്ലെങ്കിൽ മൂന്നാറിലെ വനം വകുപ്പ് ഓഫീസ് മുമ്പിൽ സമരം ആരംഭിക്കുമെന്നും തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കളക്ടറുടെ അനുമതി ലഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ ബജറ്റിൽ അനുവദിച്ചിരുന്നത് 5 കോടി രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.